ഖുർആൻ പറയുന്നത്, നമ്മൾ പറയുന്ന ഈ മുസ്ഹഫ് പറയുന്നത്, മുസ്ഹഫ് എന്നുള്ള വാക്കെന്നെ ശരിയല്ല, അതും തിരിച്ചാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതും ശരിയല്ല. കാരണം മുസ്ഹഫ് എന്ന് ഖുർആൻ ഉപയോഗിക്കാത്ത വാക്കാണ്. സുഹഫ് ഇബ്രാഹിമോ മൂസാനേ ഉള്ളൂ. സുഹഫ് എന്നാണെങ്കിൽ പറഞ്ഞോളൂ, എത്രയോ അലൈഹിം സുഹഫൻ മുതഹറ എന്നാണെങ്കിൽ പറഞ്ഞോളൂ. മുസ്ഹഫ് എന്നുള്ള വാക്കും തെറ്റാണ്. അപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ നിങ്ങൾ? അതെ, അതന്നെയാണ് ഖുർആൻ. ഇതിലേക്ക് വന്നല്ല നെസ്റ്റതാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും തമ്മിൽ എന്താ മാറ്റം എന്ന് വെക്കുന്നോട് അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളുടെ മാറ്റം തന്നെ ഏതൊരു ജ്ഞാനവും ഇപ്പൊ കിട്ടിയ അറിവുണ്ടോ അതാണ് ശരി. അത് ന്യൂട്ടൺ പറഞ്ഞാലും വേണ്ടില്ല, ഐൻസ്റ്റീൻ പറഞ്ഞാലും വേണ്ടില്ല, സോക്രട്ടീസ് പറഞ്ഞാലും വേണ്ടില്ല, സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞാലും വേണ്ടില്ല, ലോകത്ത് ആര് പറഞ്ഞതായാലും, ഏത് ശാസ്ത്ര മേഖലയിലായാലും ഏത് വിജ്ഞാന മേഖലയിലായാലും ഈ നിമിഷം കിട്ടുന്ന അറിവെന്തോ അതാണ് അറിവ്. നിന്റെ ഭൂതം വെറും വ്യാജമാണ്, നിന്റെ ഭാവി അജ്ഞാതമാണ്. ഇത് രണ്ടും. നിന്റെ ഭൂതം എന്താണ്? ഭൂതം മുസയ്യപ്പും മുസവ്വറുമാണ്, വ്യാജവും കളവുമാണത്. അതാണ് വ്യാജമായ അറിവുകളാണത്, കള്ളമായ അറിവുകളാണത്. ഭാവിയോ മുസ്തഖ്ബലോ അത് മജ്ഹൂലാണ്, അവ്യക്തമാണ്, അറിയില്ല എന്താണെന്ന്. പിന്നെ ഈ നിമിഷത്തിൽ, ഇപ്പോൾ ഈ നിമിഷത്തിൽ നീ ജീവിക്കുക. ഈ നിമിഷത്തിൽ കിട്ടിയ നിന്റെ അറിവെന്താണോ അതാണ് ശരി, അതാണ് നിനക്ക് ശാശ്വതമായ സമാധാനം തരുന്നത്. ഇത് ഖുർആനിന്റെ വായനയാണ്, എന്റെ വാക്കല്ലാതെ. ഇതിലും നല്ലത് എന്താണ് പറയാനുള്ളത്? ഇതിലും നല്ലത് എന്താ പറയാനുള്ളത്? യുക്തിവാദത്തിന് എന്താ ഇതിലും നല്ലത് പറയാനുള്ളത്? നിരീശ്വരവാദത്തിന് ഇതിലും നല്ലത് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കിട്ടുന്ന അറിവ് അതാണ് ആൽ ആന കഥ. ആൽ ആന എന്ന് പറഞ്ഞാൽ ഈ ഇൻസാൻ എന്ന് പറയുന്നത്, ആ ഇൻസ് ആൻ എന്ന് പറയുന്ന പണ്ഡിതന്മാര് വരണ്ട്. ഇൻസും ജാനും കൂടിയതാണ് ഇൻസാൻ എന്ന് പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ഇൻസാൻ എന്ന് പറഞ്ഞ മാ യൈരിസു അൽ ആന, ഈ നിമിഷത്തിൽ കിട്ടുന്ന അറിവിനോട് ഇണങ്ങിച്ചേരുന്നവനാരോ അവനാണ് ഇൻസാൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവനാണ് ഇൻസാൻ. അതാണ് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ ഹിസ്ബാൻ എന്നൊക്കെ. ആൻ എന്നാണ്, ആൽ ആനാണ് അറബിയിൽ പറഞ്ഞ നൗനാണ്. ഇപ്പോൾ ലൈവ്, ഇപ്പോൾ ഈ നിമിഷത്തിൽ. അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുമ്പോൾ ആൽ ആന എന്ന് പറഞ്ഞാൽ എന്താ? ആൽ ആന ഇപ്പോൾ, ആൻ ഈ സമയം. ആൽ ആന കഥീർത്തബിൽ ഹക്കി എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഈ നിമിഷത്തിൽ ഈ കൊണ്ടുവന്നതാണ് സത്യം. ഈ നിമിഷത്തിൽ കിട്ടിയ അറിവ് അത് നമ്മുടെ ജീവിതത്തിൽ ഒക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ വൈജ്ഞാനിക മെഡിക്കൽ രംഗത്ത് ഇന്നലെ കിട്ടിയ അറിവാണ് ഒന്ന്. വൈദ്യശാസ്ത്ര രംഗത്ത്, ഫിസിക്സില്, കെമിസ്ട്രിയില്, ബയോളജിയില്, മെഡിക്കൽ രംഗത്ത്, ആ രംഗത്ത് അറിയുന്നവരോട് ചോദിക്കാം. ഇന്നലെ കിട്ടിയ അറിവല്ല ഇന്ന് കിട്ടുന്നതെല്ലാം നാളെ അവർ മാറ്റിയാണ്. ഈ അറിവ് സ്വീകരിക്കണം എന്നാ പറയുന്നത്. അതാണ് മൂസയുടെ റൂത്തിന്റെ കഥ ഞാൻ പറഞ്ഞത്. അതാണ് തന്റെ കയ്യിലുള്ള അറിവ് കൊണ്ട് അറിവിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് യാത്ര പോയ മൂസയുടെ ചരിത്രമാണ് പറയുന്നത്. അത് ചരിത്രത്തിൽ എന്നോ മരിച്ചുപോയ ഒരു വ്യക്തിയായിട്ട് കാണുന്നവർ കണ്ടോട്ടെ, തർക്കമില്ല, അവരോട് വക്കാണത്തിനുമില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ബുദ്ധി എപ്പോൾ ഉപയോഗിക്കുന്നുവോ അപ്പോൾ അവൻ മൂസയായി. എന്താ സംശയം? അതാണ് മൂസ. അതാണ് ലാ യമുസ്സു, തന്റെ ചിന്ത കൊണ്ട് ഒരാൾ ഉൾക്കൊള്ളുകയില്ല. അതാണ് മസ്സ യമുസ്സു, മൂസ. തന്റെ ചിന്തയെ, തന്റെ ബുദ്ധിയെ ഒരാൾ എപ്പോൾ വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഉപയോഗിക്കുന്നുവോ ആ വ്യക്തി മൂസയാണ്. വിജ്ഞാനത്തിന്റെ സാഗരങ്ങൾ തേടി യാത്ര പോകുന്ന വ്യക്തി മൂസയാണ്. അവന്റെ കൂടെയുള്ള യുവാവാരാണ്? ആ മൂസയിലെ തീരുമാനമെടുക്കാൻ കഴിവുള്ള, മൂസയുടെ ഉള്ളിൽ തന്നെയുള്ള ആളാണ്. അതാണ് വഖാല മൂസ ലി ഫതാഹു, തന്റെ ഫതയോടാ പറയുന്നത്, തന്റെ ഉള്ളിലെ മുക്തിയോട്.